വെൽക്കം. നിങ്ങളുടെ വീഡിയോ 10 മിനിറ്റ് കൊണ്ട് 100 ഷെയർ എങ്ങനെ ഉണ്ടാക്കുവാൻ സാധിക്കും? ഫാസ്റ്റ്, ചീപ്പ് ആൻഡ് വൈറൽ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആശിഷ് ചൊപ്ര എഴുതിയ പുസ്തകമാണ്. നമ്മുടെ വീഡിയോകൾ എങ്ങനെ വൈറലാക്കാം, നമ്മുടെ പ്രൊഡക്റ്റുകൾ എങ്ങനെ വൈറലാക്കാം തുടങ്ങിയ വിഷയത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ഒരു 8 സെക്കൻഡ്സ് മാത്രമാണ് ഒരു വ്യൂവറിൻ്റെ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ആ ആദ്യ 8 മിനിറ്റുകളിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ അട്രാക്ഷൻ റീറ്റെയിൻ ചെയ്യുവാൻ സാധിക്കും, ഇൻട്രസ്റ്റിംഗ് ആയി അട്രാക്റ്റീവ് ആക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം പുസ്തകത്തിൽ പറയുന്നത് മൊബൈൽ ഫസ്റ്റ്. അധികം ആളുകളും മൊബൈലാണ് കമ്മ്യൂണിക്കേഷനായി അല്ലെങ്കിൽ ഇൻഫോർമേഷനായി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കുന്നത് തീർച്ചയായും വൈറലാകുവാനുള്ള സാധ്യത കൂടുതലാണ്. സ്ക്വയർ വീഡിയോയ്ക്ക് തീർച്ചയായും റെക്റ്റാങ്കിൾ വീഡിയോയേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് സ്ക്വയർ വീഡിയോകൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പണ്ടൊക്കെ പറയുന്നത് 1/3 ഓഫ് സ്ക്രീൻ എന്ന് പറയും. സ്ക്രീനിൻ്റെ 1/3 മാത്രം നാം ആവുക എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നത് സെൽഫി ടൈപ്പ്, നമ്മെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന, നാം തന്നെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന വീഡിയോകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ വൈറലാകുന്ന വീഡിയോകളുടെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, ഫോർമുല പറയുന്നുണ്ട്. IUCTC എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകൾ വൈറലാക്കുവാനായിട്ട് തീർച്ചയായും സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, വീഡിയോ കോണ്ടൻറ്റിൻ്റെ കാര്യം തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പുസ്തകത്തിൽ ആശിഷ് ചോപ്ര പറയുന്നത്, വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് വീഡിയോ ചെയ്യുമ്പോൾ വൈറലാകണമെങ്കിൽ നമ്മളെക്കുറിച്ചോ നമ്മുടെ പ്രൊഡക്റ്റിനെക്കുറിച്ചോ വാചാലമായതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, അവരെക്കുറിച്ച്, അവരുടെ പെയിൻ പോയിൻറ്റിനെക്കുറിച്ച്, അവരുടെ പ്രോബ്ലത്തെക്കുറിച്ച് പരാമർശിച്ചാൽ മാത്രമേ വീഡിയോകൾ ആളുകൾ ശ്രദ്ധിക്കുകയും അത് വൈറലാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ എന്ന് പറയുന്നത് ഇൻസ്പിറേഷണൽ കണ്ടൻറ്റ്. കാണുന്ന ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന, മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന എന്ത് കോണ്ടൻറ്റാണ് നമ്മുടെ വീഡിയോയുള്ളത്. രണ്ടാമത് യൂസ്ഫുൾ. അത് ശരിക്കും യൂസ്ഫുൾ ആണോ? അത് കേട്ടതുകൊണ്ട് കണ്ടതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? സെലിബ്രേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കോണ്ടൻറ്റ് ഉണ്ടോ അതിനകത്ത്? എന്നാൽ മാത്രമേ ആളുകൾ ഷെയർ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഒരു കാര്യം അറിയുക, വീഡിയോ വൈറലാകണമെങ്കിൽ ആളുകൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം. ആദ്യത്തെ 10 മിനിറ്റിൽ 100 പ്രാവശ്യമെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിൽ വീഡിയോ ആകുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ടോപ്പിക്കൽ കോണ്ടൻറ്റ്, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നാം വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വൈറലാകാനുള്ള സാധ്യത കൂടുതലാണ്. ചേഞ്ച് ദ വേൾഡ്. ലോകത്തിൽ മാറ്റം കൊണ്ടുവരുന്ന, വ്യക്തി ജീവിതങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്ന എന്ത് കാര്യമാണ്, വാല്യൂ ആണ് ആ വീഡിയോ ഉള്ളത് എന്നുകൂടി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ IUCTC എന്ന് പറയുന്ന തത്വം നമ്മുടെ വീഡിയോകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൈറലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ തംബ്നെയിലിനെ കുറിച്ച് പറയുന്നുണ്ട്. തംബ്നെയിലിനൊക്കെ ആവറേജ് 3 to 6 സെക്കൻഡ്സ് മാത്രമേ ആളുകൾ നോക്കുകയുള്ളൂ. തംബ്നെയിൽ വീഡിയോകൾ വൈറലാകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നുള്ളത് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തംബ്നെയിൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. കുറച്ച് ടെക്സ്റ്റ് മാത്രം അതിനകത്ത് ആഡ് ചെയ്യുക, ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രാൻഡിങ്, സ്ഥിരം ഒരേപോലത്തെ തന്നെ ടൈപ്പുള്ള ബ്രാൻഡിങ്, കളേഴ്സ് കോഡ് യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി അവസാനം പറയുന്നത് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഏതാണ് വൈറലാകുന്നതെന്ന് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതും ആവശ്യമാണ്. ഒരു കോഡ് ഇതിനകത്ത് പറയുന്നുണ്ട്, 11101010111. ഇപ്പോൾ 111 സ്റ്റാർട്ട് ചെയ്യുന്ന 111 എൻഡ് ചെയ്യുന്നു. 1 എന്ന് പറയുന്നത് മോസ്റ്റ് വാല്യൂ ഉള്ളതും 0 എന്ന് പറയുന്നത് വാല്യൂ കുറഞ്ഞതുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കോഡ് ചെയ്ത് 1, 2, 3 ആദ്യം അതായിരിക്കണം, പിന്നെ വാല്യൂ കുറഞ്ഞത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസ് വിടുന്നുവെങ്കിൽ റീറ്റൻഷൻ കൂട്ടുവാനായിട്ട് തീർച്ചയായും സാധിക്കും. ഇനി വീഡിയോ വൈറലാകാനായിട്ട്, നന്നായിട്ട് ചെയ്യാനായിട്ട് തീർച്ചയായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റോറി ടെല്ലിംഗ്. വെറുതെ കുറേ ഫാക്ട്സും ഫിഗേഴ്സും മൊണോട്ടോണസായി ഡയലോഗ് പോലെ പറയാതെ ഒരു കഥ പോലെ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പല വീഡിയോകളും വൈറലാകാനതിൻ്റെ കാരണം അത് കഥയായി, അഡ്വർടൈസ്മെൻറ്റും വൈറലാകാനുള്ള കാരണം കഥയായി പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഓഫ് സ്കിൽ, അതൊരു സ്കില്ലാണ്. അപ്പോൾ സ്റ്റോറി ടെല്ല് ചെയ്യുവാനായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോകൾ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. റൂൾ ഓഫ് സെൽഫിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. റെക്റ്റാങ്കിളായ വീഡിയോകളെക്കാൾ സ്ക്വയർ വീഡിയോയ്ക്കാണ് പ്രാധാന്യമുള്ളത്. അവിടെ നമ്മെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് ശ്രദ്ധ കൂടുവാൻ, വൈറലാകാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു കാര്യമാണ് കമൻറ്റ് ആൻഡ് ലൈക്സ്. ഒരാൾ കമൻറ്റ് ചെയ്താൽ അത് ഒരു എൻഗേജിങ് ആക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നന്നായി കമൻറ്റ് കൂട്ടുവാൻ സാധിക്കുന്നുണ്ടോ? തിരിച്ച് റിപ്ലൈസ് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ കമൻറ്റ് ആൻഡ് എൻഗേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. അവസാനത്തെ കാര്യമാണ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇത് ഏതെല്ലാം മീഡിയ വഴിയാണ് നാം ഷെയർ ചെയ്യുന്നത്, ആരെല്ലാം വഴിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാനുള്ള
ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പല മെത്തേഡ്സും ഉണ്ട്, അതും ട്രൈ ചെയ്യുക. എന്തായാലും നമ്മുടെ വീഡിയോകൾ വൈറലാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലോകത്തിലേക്ക് കൺവേ ചെയ്യുവാനും നമുക്ക് അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു യൂസ്ഫുൾനെസ്സും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോകൾ വൈറലാകുവാൻ ഈ ചിന്തകൾ സഹായിക്കട്ടെ.